ഖത്തറിലും ബഹ്റൈനിലും UAE-യിലും കനത്ത ആക്രമണം നടത്തുന്നു ഇറാൻ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെയെല്ലാം അലേർട്ട് സൈറനുകൾ വളരെ വ്യാപകമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് ദോഹയിലെ കോർണിഷ് ഏരിയയിലാണ് എന്നാണ് അൽ ജസീറ ചാനലിൻ്റെ റിപ്പോർട്ടർമാർ പറയുന്നത്. അവിടെയാണത്രേ തുടർച്ചയായി സൈറൻ ഉണ്ടാകുന്നത്. ഖത്തർ സർക്കാർ ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും വീടിനുള്ളിൽ കഴിയണമെന്നും തങ്ങളുടെ സന്ദേശം വളരെ ഗൗരവമായി എടുക്കണമെന്നും തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവായി ഇറാൻ്റെ ആക്രമണത്തെ ചെറുക്കുകയാണെന്നുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. സമാനമായ രീതിയിൽ UAE-യിലും സൈറൻ മുഴങ്ങുന്നുണ്ട്. ബഹ്റൈനിലും ആക്രമണം നടക്കുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ കുവൈറ്റിലുമാണ് ഇറാൻ ഏറ്റവും വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ കാരണം എന്താണെന്ന് കൂടി ഇപ്പോൾ IRGC-യും ഇറാൻ അധികൃതരും പറയുകയുണ്ടായി. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 5th ആർട്ടിക്കിൾ 5ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം അന്തിമ കരാറിലേക്ക് എത്തുന്ന സമയം വരെ നിലവിലുള്ള ഹോർമിസിലെ സ്ഥിതി തുടരും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹോർമിസിൽ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇറാൻ അതിൽ കൂടി കപ്പലുകളെ തങ്ങളുടെ ഭാഗത്തുകൂടി വരുന്ന സ്ഥലത്തുകൂടി കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത്തരമൊരു കടത്തിവിടൽ ഇറാൻ്റെ ഒരു അധീശത്വം സ്ഥാപിക്കലാണ്, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അതിൻ്റെ ലംഘനമായി അമേരിക്ക വളരെ പതിയെ ഈ കരാർ മുന്നിൽ വെച്ചുകൊണ്ട് ഹോർമിസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതത്രേ. ഹോർമിസിൻ്റെ ചാമ്പ്യനാകാൻ ഒന്നെങ്കിൽ അമേരിക്കയ്ക്ക് അവസരം വേണം, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിലൂടെ പങ്കാളിത്തവും വേണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ട്രംപ് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചിലപ്പോൾ ലാഭകരമായ ചില ബിസിനസ്സുകൾ ഹോർമിസിലൂടെ നടത്തും, ഞങ്ങൾ ടോൾ ഏർപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് ഇറാൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് നഷ്ടപ്പെടുത്തുന്ന ഹോർമിസിന് മേൽ തങ്ങൾക്ക് അധീശത്വം നേടുന്നതിന് വേണ്ടിയാണ്. അത് അനുവദിക്കാനാവില്ലെന്നും അങ്ങനെ അനുവദിച്ചാൽ അത് ഇറാൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മഹത്യാപരമായ തീരുമാനവുമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് തങ്ങളുടെ വരുതിക്ക് വരാത്ത കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത്. അത് തങ്ങൾ പറയുന്ന ഭാഗത്തുകൂടി സഞ്ചരിക്കണം, അല്ലാതെ അവിടെ തടയുന്നില്ല, പക്ഷേ തങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളിലൂടെ പോകണമെന്ന് പറയുന്നത്. അങ്ങനെ നിർദ്ദേശം കേൾക്കേണ്ടതില്ല, അവിടെ തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ് എന്ന തരത്തിലേക്ക് എനിക്കും കൂടി വേണം അവിടുത്തെ അവകാശം എന്ന നിലയിലുള്ള ഒരു ഏർപ്പാട് വന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായതും ആ ആക്രമണത്തിന് പകരമായാണ് അമേരിക്ക ആക്രമിക്കുന്നതും അതിന് പകരമായി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. എയർ ബേസുകളാണ് ആക്രമിക്കുന്നതെന്ന് പറയുമ്പോഴും കനത്ത ആക്രമണം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മേഖലയിലും വലിയ കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നു എന്നും പറയപ്പെടുന്നു. ഒരിക്കലും അടിക്കില്ല എന്ന് തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞ് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അടിക്കും എന്ന് അമേരിക്കയെ കൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇറാൻ ചെയ്യുന്നത്. സംഗതി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയോളം അതിൻ്റെ ക്ലൈമാക്സിൽ വഷളായതുപോലെ തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള പശ്ചിമേഷ്യൻ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.